ഹലോ, പിന്നാണെങ്കിൽ റമദാൻ പോകുന്നല്ലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഉമ്മയാണെങ്കിൽ മുട്ട പപ്സ് ആക്കുന്ന പറഞ്ഞിട്ട് അതിന് മസാലയ്ക്ക് ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ ഈ മുട്ടൻ്റെ തോലെല്ലാം വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്യാൻ വിചാരിച്ചു. ഇത് കട്ട് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പണിയാണ് ഗൈസ്. പിന്നെയാണെങ്കിൽ അതൊക്കെ നല്ലോണം കട്ട് ചെയ്തെടുത്തു. അങ്ങനെ മുട്ടയൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അതാ എൻ്റെ മമ്മി അടുത്ത പണിയായി വന്നിട്ടുണ്ട്. ഇത് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിചാരിച്ചാക്കുക. പിന്നെ പൂ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് ആക്കിയതാണ്. പറഞ്ഞ് അങ്ങനെയല്ല ആക്കേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ, നമുക്ക് മാറ്റാമല്ലോ. അപ്പം നമുക്ക് എല്ലാ ഷേപ്പിലും ചെയ്യണമല്ലോ. അപ്പം അടുത്ത ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ അതിൻ്റെ ഒരു ഇതിൽ മുട്ടി അതത് മസാലയൊക്കെ വെച്ചു. അത് കട്ട് ചെയ്ത് വലിയ ഷേപ്പൊന്നുമില്ല ഗൈസ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒരു കട്ടർ വെച്ച് കട്ട് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ അങ്ങനെ ഓരോന്നായിട്ട് നല്ല ചെയ്തെടുത്തു എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണെങ്കിൽ ഉമ്മ ഇത് ഈ മുന്തിരി ഉണ്ടല്ലോ, അതിങ്ങനെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴത്തേക്ക് അടുത്ത പണിയാന്ന് എന്ത് ക്യാരറ്റ് പോള ആക്കണം എന്നിട്ട്. പിന്നെ ക്യാരറ്റ് പോളൊക്കെ ഉള്ള പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ 3 മുട്ട എടുത്ത് പിന്നെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ സാധനം സെറ്റാവും. പിന്നെ അതൊരു പോളപ്പാത്രത്തിലൊരു 12 മിനിറ്റ് വെച്ചാൽ മതി. ഇതൊക്കെ സെറ്റാവും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ മുട്ട പപ്സ് ഇത് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ പോളയ്ക്ക് ഇതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കടിയെല്ലാം സെറ്റാക്കാം. പിന്നെ ഉമ്മയുണ്ട് രാത്രിത്തേക്ക് കറിയാക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റാക്കണമല്ലോ, നോമ്പെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതാ കടി ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ്. പിന്നെ എൻ്റെ പോളുണ്ട് ഗൈസ് പറം. അപ്പോൾ ആ പോൾ ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അതൊന്ന് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായി. അതുകൊണ്ടിട്ട് പൊട്ടി വരുന്നതാണ്. പിന്നെ ഇങ്ങനെ നോമ്പെടുക്കാൻ വേണ്ടി സെറ്റാക്കി. അപ്പോൾ ഈത്തപ്പായ വെള്ളം കൊണ്ട് നോമ്പൊക്കെ തുറന്നു. മെയിനായിട്ടാണ് ഇങ്ങനെ കുറേ വെള്ളം കുടിച്ച് അതുപോലെ തന്നെ കുറേ വാട്ടർ വെള്ളം തിന്ന്. പിന്നെ ആണെങ്കിൽ കുറച്ച് നോക്കുമ്പോൾ എടുത്ത് കല്ലുമ്മക്കായി എടുത്ത് വരുന്ന ഗസ്റ്റ് കണ്ടതിൻ്റെ കൺട്രോൾ ചെയ്യും. ഒരു 2-3 എണ്ണം ഞാൻ എടുത്തു തന്നിട്ട്. അപ്പോൾ ഞാനൊക്കെ ക്യാരറ്റ് പോലെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു അമ്മൻ ചിപ്സും കഴിച്ചു. പിന്നെ ആണെങ്കിൽ വരെ ഇങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഞാൻ വെറുപ്പിക്കുന്നതാണ്. എന്താ പറയുക, നല്ല സുഖമല്ലേ. പിന്നെ തറാവിയൊക്കെ നിസ്കരിച്ച് നേരെ കിച്ചണിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ആണെങ്കിൽ ചോറായിട്ടുണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ചോറിൻ്റെ അപ്പോഴാണെങ്കിൽ നല്ല കല്ലുമ്മക്കായ് ഫ്രൈയും അതുപോലെ ചെമ്മീൻ കറിയും വറവും മാങ്ങ ഉപ്പും മുളക് ഇട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ വേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ബൈ ബൈ.